നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പ്. എല്ലാവർക്കും നല്ല വിശപ്പ് പിടിച്ചിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി, ഉച്ചയായിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റുമാനൂരെത്തി. അവിടെ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പം ഒരു മൂപ്പൻസ് എന്ന് പറഞ്ഞൊരു കടയുടെ പേര് കണ്ടു. നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്നാൽ അവിടേക്ക് വിടാന്ന് ഓർത്തു. മുള കൊണ്ടുണ്ടാക്കിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. കണ്ടാൽ അത്ര വലിയ സെറ്റപ്പ് ഒന്നും അല്ല. ഞങ്ങൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തിരക്ക് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം, പഴകിയ ഫുഡ് കിട്ടില്ല എന്നുള്ള. അങ്ങനെ ഞങ്ങൾ കയറി. ഞങ്ങൾ ഊണാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്, മോശമൊന്നുമില്ല. ഗൂഗിളിലെ റിവ്യൂക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്ന വഴികളിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, രണ്ട് ഭാഗത്തും കാടുകളൊക്കെ ആയിട്ട്. റോഡ് എടുത്ത് പറയേണ്ട കാര്യമാണ്, നല്ല റോഡാണ് കേട്ടോ. വലിയ കുണ്ടും കുഴികളൊന്നുമില്ല. ഈ അടുത്തെപ്പോഴോ പണി കഴിഞ്ഞതാന്ന് തോന്നുന്നു. നല്ല റോഡുകളാണ്. അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. എരുമേലിക്ക് 6 കിലോമീറ്റർ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു. നമ്മൾ ഈ ശബരിമല സീസണുകളിലെല്ലാം ടി വികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലപ്പേരുകൾ. അപ്പൊ പിന്നെ ശരിക്കും ഞാനും ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇന്നേ വരെ വരാത്ത സ്ഥലങ്ങൾ. ഒരു ഭയങ്കര ആഗ്രഹം തോന്നി അവിടേക്കൊന്ന് കാണാൻ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു. അങ്ങനെ നമ്മൾ എരുമേലി ടൗണിലെത്തി. ആദ്യം തന്നെ നമ്മൾ വലിയ അമ്പലമാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പിൽ നമ്മൾ വാവര മസ്ജിദ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ പേട്ടത്തുള്ളൽ തുടങ്ങുന്ന അമ്പലവും ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് വലിയ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. വലിയ അമ്പലത്തിലേക്ക് കയറുന്നോട് നമ്മൾ കാർ പാർക്ക് ചെയ്ത് അതിൻ്റെ അടുത്ത് കുറേ കടകളുണ്ട്. ആ കടകളിലെല്ലാം നല്ല ഭംഗിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കളറുകളുണ്ട്, അതുപോലെ തന്നെ അമ്പുണ്ട്, പിന്നെ വേറെ പേപ്പറിനെ കൊണ്ടുണ്ടാക്കിയൊരു തലയിൽ വെക്കുന്ന സാധനമുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ മാലയുണ്ട്, പിന്നെ മുണ്ടില്ലെങ്കിൽ മുണ്ടുണ്ട്, അവിടുന്ന് മേടിക്കാം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ പോകുന്ന വഴികളിലെല്ലാം കുറേ ആളുകൾ, ഭിക്ഷാടകരൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയ സമയത്ത് അത്യാവശ്യം കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് കൂടുതലും കേരളത്തിന് പുറത്തുള്ള ആളുകളാണ്. അവരുടെ ഭക്തിയൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ശബരിമല സീസണിൽ ടി വിയിൽ കാണുന്ന ആ ഒരു ഫീല് അത് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഇവരെല്ലാം കളറെല്ലാം മുഖത്തെല്ലാം ചെയ്ത് ഇവിടെ വരുന്നത് കാണാം. ഞങ്ങൾ എന്തായാലും ഈ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല കാമാണ്, നല്ല ക്ലീനാണ്, നല്ല നീറ്റാട്ടോ. ഇവിടെ ആകെ നല്ല ഭംഗിയുള്ള അമ്പലമാണ്. ഞങ്ങളതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴാണ് കുറേ ആളുകൾ ചെണ്ടയൊക്കെ കൊട്ടിയിട്ട് വരുന്നു. ഇതാണ് എരുമേലി പേട്ടത്തുള്ളൽ. അത് കേരളത്തിന് പുറത്തുള്ള ആളുകളാണ്. അവർ ശരിക്കും അത് മുഖത്തെല്ലാം കളറെല്ലാം പൂശി വളരെ ഭക്തിയോടെ എരുമേലി പേട്ടത്തുള്ളൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി മുന്നോട്ട് പോന്നു. അവിടെ നിന്ന് ഇതാണ് നമ്മളെ മസ്ജിദ്. നല്ല ഭംഗിയുള്ള വലിയ മസ്ജിദാട്ടോ. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ അതിൻ്റെ നേരെ മുമ്പിലുള്ള അമ്പലത്തിൽ നിന്ന് സ്വാമിമാർ മസ്ജിദിലേക്ക് പോകുന്നത് കണ്ടു. ശരിക്കും നമ്മൾ ഈ നാട്ടിലൊക്കെ പലതരത്തിലുള്ള ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു കാഴ്ച കൂടി കണ്ടാൽ ശരിക്കും നമുക്കൊരു ഭയങ്കര ആശ്വാസവും മനസ്സിന് വല്ലാത്തൊരു കുളിരും കിട്ടും, ഇല്ലേ?